നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഇത് സെല്ലുകളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ടോക്സിൻസിനെയും അതുപോലെ ഇതിനെയൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്ന് അറിയുന്ന ഒരു പരീക്ഷണം കൂടിയാണ്. അത് ഞാനൊന്ന് കാണിക്കാം. ഇതാകെ ഒരു സാക്ഷി എടുത്തതിന് ശേഷം നമ്മളിത് പൊട്ടിക്കുന്നു. പൊട്ടിച്ചതിന് ശേഷം ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളെടുത്ത പച്ചവെള്ളത്തിലെ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മളിതിന് കുറച്ച് സ്റ്റെം സെൽസ് നമ്മൾ ഇട്ട് വെക്കുന്നു. ഓക്കെ, ബാക്കി ഞാൻ കഴിക്കുന്നത് ഇത് നന്നായി ഇളക്കുന്നു. ഓക്കെ, ഇനി ഈ ബെറ്റാഡിൻ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. ഒരു 2 തുള്ളി നമ്മൾ ഒഴിക്കുന്നു. എന്താ കുറച്ച് കൂടിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ സാധാരണ കഴിക്കുന്ന മാഗി അതിൻ്റെ ഒരു പീസ് എടുത്ത് ഈ ഇതിനകത്തോട്ട് ഇടുന്നു. ഓക്കെ, ബെറ്റാഡിനോട്ട് ഇട്ടു. നമ്മൾ 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി. ആ കളറെല്ലാം ഇതേ പിടിച്ചു അല്ലേ? ഇനി ഇത് നമ്മൾ എത്ര നേരം സാധാ വെള്ളത്തിലിട്ട് ഇളക്കിയാലും അതിൻ്റെ ചെളി പോകുന്നില്ല. ഓക്കെ, കണ്ടല്ലോ, ആ വിഷം പോകുന്നില്ല. ശരിയാണ്, കണ്ടല്ലോ. ഇനി നമ്മുടെ സ്റ്റെം സെൽസിലേക്ക് ഇതിടുന്നു. ഓക്കെ, ഒന്ന് 2 3 അല്ലെങ്കിൽ ഒരു 2 നമ്മൾ അത്ര ഇട്ടത്രയും ഇല്ല. നോക്കുക, പഴയതുപോലെ വന്നോ? വന്നില്ലേ? യെസ്, വന്നല്ലോ. ഇനി കഴിഞ്ഞില്ല, കണ്ടല്ലോ, കട്ട് ചെയ്യണ്ട. ഇനി നോക്കുക, ഈ സ്റ്റെം സെൽസിലേക്ക് അല്ലെങ്കിൽ ഈ സ്റ്റെം സെൽസിന്റെ ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബെറ്റാഡിൻ ഒഴിക്കുന്നു. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് സെല്ലുകളിൽ ഇത് പ്രവർത്തിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണോ അല്ലേന്ന് അവരോട് തീരുമാനിക്കും. ഓക്കെ, അടിപൊളി സംഭവം. അപ്പം ഇപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം തന്നെയാണല്ലേ. നമുക്ക് ഈ സത്യങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇത്രയും സത്യമായ കാര്യങ്ങളൊന്നും ജനങ്ങൾ തിരിച്ചറിയുന്നുമില്ല. അതാണ്.